രാഹുൽ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മേഖലയിലൊക്കെ മഴ എങ്ങനെയുണ്ട്? ഈ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മോത്തി, ഗുഡ് മോർണിംഗ്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തന്നെയാണ്. തീവ്ര മഴ പെയ്യുമെന്ന ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. വടക്ക് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. പറഞ്ഞതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രിയിലും മഴയുണ്ടായിരുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇടവിട്ട് ശക്തമായ മഴ തന്നെ എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്നില്ല. ഒപ്പം ഒരു തീവ്ര മഴ എന്ന നിലയിലേക്ക് മാറിയിട്ടുമില്ല എന്നത് ആശ്വാസകരമായി നിൽക്കുന്നൊരു കാര്യമാണ്. മഴക്കാലത്ത് എങ്ങനെ മഴ സാധാരണയായി ലഭിക്കുന്നുണ്ടോ ആ വിധത്തിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്നത് വളരെ ആശ്വാസകരമായി തന്നെ നിൽക്കുന്ന കാര്യവുമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, തീരദേശ പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകൾ കോഴിക്കോട് ജില്ലയുടേതായാലും വയനാട്ടിലുമൊക്കെ മഴ പെയ്തു തുടങ്ങുമ്പോൾ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ആ മേഖലകളിലൊക്കെ അതിജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. തീരദേശ മേഖലയിലായാലും ട്രോളിംഗ് നിരോധന സമയമാണ്. പക്ഷേ ചെറുവള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിനായി മത്സ്യത്തൊഴിലാളികൾ പോകുന്നുണ്ട്. അവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചേട്ടാ, രാവിലെ കടയൊക്കെ തുറന്ന് വരിക അല്ലേ? എങ്ങനെയാണ് മഴ വിശേഷമൊക്കെ? മഴ അങ്ങനെ ഇപ്പം ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. മഴ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 4-5 ദിവസം അടുപ്പിച്ച് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇതായിരുന്നില്ല. ഇന്ന് തുടങ്ങിയിട്ട് കച്ചവടമൊക്കെ മോശമാണ്. രാത്രിയെല്ലാം മഴയായിരുന്നില്ലേ? രാത്രി അങ്ങനെ പെയ്തിട്ടില്ല. മഴയുണ്ടായിരുന്നു. കുറച്ചൊക്കെ മഴയുണ്ടായിരുന്നു. മഴ തുടങ്ങട്ടെ, മഴ പെയ്യട്ടെ, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. മഴ പെയ്യട്ടെ എന്നാണല്ലേ? മഴ പെയ്യണമല്ലോ, എന്നാലല്ലേ നമുക്ക് എല്ലാത്തിനും ഇതാക്കി നിൽക്കുള്ളൂ. മഴ പെയ്യാണ്ടിരുന്നാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ. നമ്മളിപ്പോൾ പൊതുവേ കാണുന്നത് മഴയുണ്ട്, തുടർച്ചയായി പക്ഷേ പെയ്യുന്നില്ല. ഒറ്റപ്പെട്ട് നല്ല ശക്തമായ രീതിയിൽ പെയ്യാന്നുള്ളതാണ്. മഴ ഇവിടെ കോഴിക്കോട് മാത്രമേ കുറവുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ എറണാകുളവും തിരുവനന്തപുരമൊക്കെ കഴിഞ്ഞ ആഴ്ച നല്ല വെള്ളപ്പൊക്കവും മഴയൊക്കെ നല്ല പെയ്യുന്നുണ്ട്. ഇവിടെ കോഴിക്കോട് ചില ഭാഗങ്ങളിൽ നന്നായി പെയ്യുന്നുണ്ട്. ഇവിടെ ടൗണിലാണ് ലേശം മഴ പെയ്യാത്തത്. കുഴപ്പമില്ല, പെയ്യട്ടെ, മഴ പെയ്യട്ടെ, എന്നാലും ജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കുച്ചമളേൻ്റെ ആ ഭാഗത്ത്. ക്രിസ്ത്യൻകുളം എടുത്ത് ടൗണിൽ തന്നെ. മഴ കച്ചവടത്തെ പ്രശ്നമാക്കിയിട്ടുണ്ടോ? കച്ചവടത്തിലും പലേസം മഴ പെയ്തപ്പോൾ ലേസം ഒരു പ്രശ്നമുണ്ട്. വെള്ളം പോകുന്നതൊക്കെ കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. ആളുകൾ വേണ്ട വിധത്തിൽ പുറത്തിറങ്ങുന്നില്ല എന്നാണോ? പുറത്തിറങ്ങുന്ന ആൾ വളരെ കുറവാണ്. ഇവിടെ ഇപ്പോൾ പൊതുവെ അങ്ങാടി മോശമാണ്, വളരെ കുറവാണ്. ഇപ്പോൾ അങ്ങാടി പൊതുവെ മോശമാണ്. ഇപ്പോൾ വരുന്നില്ല, ആൾ കുറവാണ്. പുറത്തുനിന്ന് ആൾ വരുന്നത് കുറവാണ്. അതാണ് ഒന്നാമത്. കച്ചവടം ഉഷാറാവട്ടെ. രാവിലെ തന്നെ കച്ചവടം ഉഷാറല്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ചേട്ടൻ പറയുന്നത് പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ, തിമിർത്ത് പെയ്യട്ടെ എന്നാണ് മഴ.